ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ധാവണിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇതിന്റെ സ്കേർട്ടിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. ഇതിൽ ഞാൻ കാണിക്കുന്ന ബ്ലൗസിന്റെ കട്ടിങ് ആണ്. ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്നൊക്കെ കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബ്ലൗസിന് വേണ്ടിയിട്ട് 1 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്റെ മെഷർമെന്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ബ്ലൗസിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത് 12 ഇഞ്ചാണ്. ചെസ്റ്റ് വരുന്നത് 29 ഇഞ്ചാണ്. പിന്നെ വേസ്റ്റ് റൗണ്ട് വരുന്നത് ആ ഒരു 12 ഇഞ്ചിന്റെ അവിടുത്തെ റൗണ്ട് ആണ് കേട്ടോ, 24.5 ഇഞ്ച്. ഷോൾഡർ വരുന്നത് 12 ഇഞ്ച്. ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് 5ഉം ബാക്ക് നെക്ക് ലെങ്ത് ആയിട്ട് 4ഉം ആണ് എടുത്തിട്ടുള്ളത്. സ്ലീവ് ലെങ്ത് ആ ഒരു കസവ് എത്രത്തോളം കിട്ടുന്നുണ്ട് അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ റൗണ്ടും കൂടി ഒന്ന് മെഷർ ചെയ്തിട്ട് 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത്രയും മെഷർമെന്റ് ആണ് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇതിന് സ്കേർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്നുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. അപ്പം നമുക്ക് എന്തായാലും ഇതിന് എങ്ങനെയാണ് ഈ ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൗസിന്റെ ലെങ്ത് വേണം. അപ്പോൾ ഇവിടെ 12 ഇഞ്ചാണ് വരുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. മേളിൽ ഷോൾഡർ ആയിട്ട് ജോയിൻ ചെയ്യാൻ, താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടിയാണ്. അപ്പോൾ നമുക്ക് 13 ഇഞ്ചാണ് ഈ ബ്ലൗസിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ 1 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഫോൾഡ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന്റെ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനിപ്പോൾ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുള്ള ഒരു 11 ഇഞ്ച്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഞാനത് ടോട്ടൽ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഈ ഫോൾഡർ ആയിട്ടുള്ള ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഞാനിത് ഇവിടെ വിട്ടുപോയി. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ഈ ഒരു ഫോൾഡർ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ 1/2 ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഈ നെക്കൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നെക്കിന്റെ വിഡ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 2.75 ഇഞ്ചാണ്. ലെങ്ത് ആയിട്ട് 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ബോക്സ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് മേളിലേക്ക് ഒരു 1 ഇഞ്ചൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈഡ് ആകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരുപാട് വൈഡ് വേണ്ട, പക്ഷെ ഒരു ഏകദേശം ഇതേപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിട്ട് വരുന്നത് 6 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. ആ ഒരു ഷോൾഡർ ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് ആണ്. എന്നിട്ട് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ആ ഒരു ആം റൗണ്ട് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ അത് വരുന്നത് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഷോൾഡർ ആയിട്ട് 6ഉം ആം റൗണ്ട് ആയിട്ട് 6.5ഉം കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റ് ആണ്. അപ്പോൾ ചെസ്റ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 9 ആദ്യം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു റൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു 1/2 ഇഞ്ച് വിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്ലോത്ത് കുറച്ചൊന്ന് നീക്കി വെച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ഓൾറെഡി ഫസ്റ്റ് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാലൻസ് ഈ 1/2 ഇഞ്ച് നോക്കാതെ തന്നെ ബാലൻസ് നമ്മുടെ ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 24.5 ഇഞ്ചാണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതിവിടെ മാർക്ക് ചെയ്തെടുക്കാം. 24 ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 6 ഇഞ്ചാണ്. എന്നിട്ട് നമുക്കിവിടെ സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഏകദേശം ഞാനിവിടെ 8.5 ഇഞ്ചോളം എടുത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചെസ്റ്റ് ലൈനും ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ വരുന്ന ലൈനും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആം റൗണ്ടും കൂടി ആ ഒരു കർവ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് വരച്ചെടുക്കണം. അതും കൂടി വരച്ചിട്ട് ഞാനിതവിടെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രണ്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബാക്ക് വശം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാലൻസ് ക്ലോത്ത് ഒന്ന് ഇവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഊത്തി വെക്കണം കേട്ടോ. അത് നമ്മൾ എടുക്കാതെയാണ്, ബാലൻസ് ആണ് നമ്മളിവിടെ ട്രേസ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് ഞാൻ ഒന്ന് പിന്നൂത്തി വെച്ചിട്ട് ആ ഒരു ക്ലോത്തിലേക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ടൊന്ന് റൗണ്ടിൽ ആ ഒരു ചുറ്റും വരുന്ന മെഷർമെൻറ്റ് കറക്റ്റായിട്ടൊന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അങ്ങനെ ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ വരും. അപ്പം അതൊന്നും വരാതിരിക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അളന്നിട്ട് ഞാനിവിടെ ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ നീളത്തിൽ എടുക്കണം. അപ്പോൾ അവിടെ ഇതാ ഞാൻ 1 ഇഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മേളിൽ 1 ഇഞ്ചും താഴെ വരുന്ന അവിടെ 2 ഇഞ്ച് വേണം
എക്സ്ട്രാ എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രം വരുന്ന എക്സ്ട്രാ ആണ് കേട്ടോ പറയുന്നത്. ആദ്യം താഴെ ഒരു 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ചെസ്റ്റ് ലൈനിൻ്റെ അവിടെയും 1 ഇഞ്ചും പിന്നെ താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയാണെങ്കിൽ 2 ഇഞ്ചുമാണ് വരുന്നത്. ഇത്രയാണ് കേട്ടോ എക്സ്ട്രാ ആയിട്ട് വരുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്റർ പോർഷന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മേളിൽ നിന്ന് ഒരു 9.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 ലൈനും കൂടി ജോയിൻ ചെയ്യുന്നവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ബ്രസ്റ്റ് പോയിന്റിൻ്റെ ലൈനാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ഇഞ്ചിൽ നിന്ന് സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ മേളിൽ വെച്ചിട്ടുള്ള ആ ഒരു 3.5 ഇഞ്ചും 9.5 ഇഞ്ചും വരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് 3 ഇഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. സ്ട്രെയിറ്റ് അല്ല, ആ ഒരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ലൈൻസ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ്. ഇനി ഇത് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചുറ്റും കട്ട് ചെയ്യണം. പിന്നെ ആ ഒരു ലൈൻ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേയും കട്ട് ചെയ്യണം. പിന്നെ ഷോൾഡറും കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് മുന്നേ നെക്കും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2.75 ഇഞ്ചിൽ വിട്ടും പിന്നെ ലെങ്ത്ത് വരുന്ന 5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ബോക്സ് പോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഏകദേശം അതേപോലത്തെ ഒരു ഷേപ്പ് തന്നെയാണ് ഞാൻ ഫ്രണ്ടിലും കൊടുക്കുന്നത്. അപ്പോൾ അതാ ഏകദേശം അതേപോലെയൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമുക്കിനി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കാം. ഒന്നുമില്ല, ഇത് തന്നെ ഓരോരോ പീസുകളും നമുക്ക് ഓരോ ഇതിൻ്റെ ലൈനിങ് പീസ് വെച്ചിട്ട് സെയിം പോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കുറച്ചും കൂടി ഒന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് കുറച്ച് കുറവായിട്ട് തോന്നി ഞാൻ മേത്ത് വെച്ച് നോക്കിയ സമയത്ത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് എക്സ്ട്രാ കുറച്ച് ഇങ്ങനെ ഒന്ന് കുഴിച്ചും കൂടി വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ എത്ര നിങ്ങളുടെ കറക്റ്റായിട്ട് ലെങ്ത്ത് എടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടോ കുറച്ചും കൂടി ഒന്ന് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തേ ഉള്ളൂ. ജസ്റ്റ് കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ക്ലോത്തും കൂടി ഇത് തന്നെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ പ്ലെയിൻ ആയിട്ടാണ് ഞാൻ എടുത്തത്. സ്ലീവ് മാത്രമാണ് കേട്ടോ ഒരു കസവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവിന് വേണ്ടി ഞാൻ ഈ ഒരു കസവുള്ള ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഈ കസവ് എത്രത്തോളം കിട്ടുന്നോ അത്രയും ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നും കാണാതെ ഫുള്ളായിട്ട് ഈ ഒരു കസവ് മാത്രം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉള്ള ബാലൻസ് ഒന്നും എല്ലാം ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് വരച്ചു കൊടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ സെൻറ്റർ പോർഷനിൽ ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡർ ആയിട്ടുള്ള ഭാഗമാണ്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ 3.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ മതി, 3.5 ഇഞ്ചോ 3 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഈ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തത് അവിടേക്ക് നമുക്കൊന്ന് ചെരിച്ച് വെക്കാം. അപ്പം നമുക്കൊരു 8 ഇഞ്ച് കിട്ടും. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ഹാഫ് ആയിട്ടുള്ള 4 ഇഞ്ച് ജസ്റ്റ് ഒന്ന് സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആം റൗണ്ട് നോക്കിയിട്ട് വേണ്ട ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ എൻഡിൽ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ഒന്നിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലോ ഞാനിവിടെ താഴെ കൊടുത്തത് നമുക്കിനി നമുക്ക് അടി നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ഫോൾഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 2 നല്ല വശം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ നെക്കിൻ്റെ ഇവിടെ ഫുള്ളായിട്ടൊന്ന് പിന്നൂത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും ഞാൻ സെയിം പോലെ തന്നെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതുണ്ടോ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ എക്സ്ട്രാ കുത്തി വെച്ചിട്ടുള്ള പിന്നെല്ലാം മാറ്റിയിട്ട് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു നമ്മളിങ്ങനെ കർവ് പോലെ വന്നിട്ടുണ്ടല്ലോ, ഷാർപ്പായി നിൽക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിന് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു ഷേപ്പെല്ലാം കറക്റ്റായിട്ട് കിട്ടണേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നിവർത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ചുറ്റും ഇങ്ങനെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ലൈനിങ്ങും ആ ഒരു മെയിൻ ക്ലോത്തും കൂടി പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം പോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതുണ്ടോ ഞാനിവിടെ അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ 2 ഫ്രണ്ടും ബാക്കും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പിന്നെല്ലാം അഴിച്ച് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ എക്സ്ട്രാ നമ്മുടെ മെയിൻ ക്ലോത്തിൽ എന്തെങ്കിലും കുഞ്ഞതായിട്ട് എക്സ്ട്രാ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കി എടുക്കാവേ.
അപ്പോൾ ഞാനിതിവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള ബാക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ രണ്ട് വശത്തും ഓരോ പീസ് വരുന്നുണ്ട്, അതും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തും ലൈനിങ്ങുമായിട്ട് ഫുൾ ചുറ്റും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. രണ്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേ വെച്ചിട്ട് ഇങ്ങനെ പതിച്ച് നമ്മുടെ ഈ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഭാഗത്തോട് സ്റ്റിച്ച് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ടോ, മേളിൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഹാഫ് ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഇതുണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം രണ്ട് താഴ്ഭാഗവും കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ സെയിം പോലെ തന്നെ രണ്ട് വശത്തും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടോ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് താഴ്ഭാഗത്ത് കണ്ട് ചെറുതായിട്ടൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ ലെങ്ത്തിന് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫ്രണ്ടിൽ മാത്രം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലോ ലെങ്ത്തിൽ. അപ്പോൾ അത് നമ്മൾ കൊടുത്തുകൊണ്ട് അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ആ ഒരു കൊളുത്ത് വെക്കാനുള്ള സംഭവങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ബാക്ക് വശം രണ്ടും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൊളുത്തിൻ്റെ അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി 2 പീസ് വേണം. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഒരെണ്ണം മെയിൻ ക്ലോത്തും ഒരെണ്ണം ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വിഡ്ത്തിലുള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് ആയിട്ട് ഞാനിവിടെ 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഓരോന്നായിരിക്കും വരിക. ആ ഒരു ലെങ്ത് കറക്റ്റ് എടുത്താൽ മതി. കറക്റ്റ് അല്ല, അതിൽ നിന്നൊരു 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. നമുക്ക് സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലെ ഭാഗം ഉണ്ടല്ലോ, ഞാൻ നിൽക്കുന്നിടത്ത് ലെഫ്റ്റ് സൈഡിലെ ഭാഗം, അപ്പോൾ അത് ഫസ്റ്റ് എടുത്തിട്ട് നമുക്ക് ലൈനിങ് ആണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹാഫ് ഇഞ്ചിൽ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുണ്ട് ഹാഫ് ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു മെയിൻ ക്ലോത്തിൽ നല്ല വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. മേളിൽ ഒരു ഹാഫ് ഇഞ്ച് വിടണം. താഴേക്ക് നമുക്ക് പിന്നെ ലെങ്ത് ഉള്ളത് ഫുൾ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ഹാഫ് ഇഞ്ചിൽ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുണ്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇതുണ്ട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇതിൽ പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പതിച്ചങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതുണ്ടോ ഇതിൻ്റെ മേളിലെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് വേണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ നമ്മൾ നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്തല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുണ്ട് ഇങ്ങനെ ഉള്ളിലേക്കും കൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഹാഫ് ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു പീസും കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ചെറിയ വ്യത്യാസം ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്യുന്നത് റോങ് സൈഡിൽ നിന്നാണ് കേട്ടോ. നമ്മൾ മറ്റേത് ചെയ്ത് നമ്മുടെ നല്ല വശത്തു നിന്നാണെങ്കിൽ ഇത് റോങ് സൈഡിൽ നിന്നാണ് ചെയ്യേണ്ടത്. അതിൽ നല്ല വശം ഉണ്ടല്ലോ, ഈ ഒരു പീസിലെ നല്ല വശം അത് നമ്മുടെ ആ റോങ് സൈഡിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുകൊണ്ട് ഹാഫ് ഇഞ്ചിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് എക്സ്ട്രാ എടുക്കണം നമുക്കത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേളിൽ പ്രത്യേകിച്ച്, താഴെ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമ്മളവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ആ ഒരു കൊളുത്ത് വെക്കേണ്ട സംഭവം കൂടി ചെയ്ത് കൊടുക്കണം. ആദ്യം ഇവിടെ നമുക്കിങ്ങനെ വേണമെങ്കിൽ പതിച്ചടിക്കാം. എന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ വെക്കുക, ഹാഫ് ഇഞ്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്യരുത്. അത് ചെയ്യുന്ന സമയത്ത് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു സ്റ്റിച്ച് വരുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഇങ്ങനെ വരിക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വരിക. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കൊളുത്ത് വെക്കണോ അതിനനുസരിച്ചാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് മേളിലേക്കും താഴേക്കും കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് മേളിലും താഴെയും കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൊളുത്ത് വെക്കാനുള്ള സംഭവം കൂടി ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഞാൻ കാണിച്ച പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ ടു ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് 2 ഷോൾഡറും വെച്ചിട്ട് ഹാഫ് ഇഞ്ചിൽ ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡറും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡ് നമുക്ക് ആദ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സീം അലവൻസ് ഇട്ടുള്ളത് അതിനനുസരിച്ച് സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്യുക. നമ്മൾ നോർമലി സ്ലീവ് വെക്കുന്ന പോലെ തന്നെയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ നോർമലി വെക്കുന്ന പോലെ സ്ലീവ് വെച്ച് കൊടുക്കാം. 2 സ്ലീവും സെയിം പോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു 2 നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് ചുറ്റും ഒന്ന് കുത്തി കൊടുക്കണം. എന്നിട്ട് വേണ്ട അടിഭാഗം നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. താഴ്ഭാഗം ഫുള്ള് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഇഞ്ച്
2.5 ഇഞ്ചിൽ കുറച്ച് ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേണം നമുക്കിതിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഈ ക്ലോത്ത് നമുക്കിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, കറക്റ്റായിട്ട് വെച്ച് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിന് നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അവിടെ പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ റോങ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെയും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയിട്ട്. ഞാൻ ഇത് ഓൾറെഡി കുറേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തും കൂടി വെക്കണം എന്നുള്ളൂ കേട്ടോ. ഇതാണ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഷേപ്പ് നിങ്ങളുടെ എത്രയാണോ ഷേപ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഷേപ്പ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് മാത്രം സീം അലവൻസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഞാനിവിടെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് എൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ചെറിയൊരു 2 വള്ളിയും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വിട്ടെന്ന് ഞാൻ അത്യാവശ്യം ചെറിയ വള്ളി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 ഇഞ്ചിൽ ഞാൻ വിട്ട് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും കൂടി എടുത്ത് കൊടുക്കുക. ഇവിടെ ഞാനിവിടെ ഒരു 24 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹാഫാണ് ഞാൻ 12 ഇഞ്ച് കാണിച്ചത്. അപ്പോൾ ഏകദേശം അത്ര എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഇങ്ങനെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നോർമലി വള്ളി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പറ്റുന്നത്രയും തിന്നായിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ചെറുതാക്കി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് ഞാനിത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നിങ്ങനെ കുത്തിയിട്ട് തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഞാൻ 2 വള്ളി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇത് വെച്ച് കുത്തി തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ താഴെയായിട്ട് ചെറിയ 2 ഹാങ്ങിങ്സ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇത് ഹാങ്ങിങ്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കസവിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ഹാങ്ങിങ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു വള്ളിയിൽ 2 എണ്ണമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 എണ്ണം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു വള്ളിയുടെ എൻഡിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ടോ, ഇതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് മേളിൽ ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുണ്ടോ, ആദ്യം ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് താഴത്തേക്ക് ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ കുത്തി തിരിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ആദ്യം ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ വള്ളിയുടെ ഈ വശത്തേക്ക് ഒരു എൻഡിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മേളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് പതുക്കെ എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആ ഉള്ളിൽ വന്നിട്ടുള്ള അതൊക്കെ മാറ്റിയിട്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് മേളിലായിട്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് 2 വള്ളിയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. 2 എണ്ണമാണ് ഒരു വള്ളിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സെയിം പോലെ തന്നെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ ഒരു വള്ളിയിൽ വെച്ചിട്ട് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈഡിലേക്ക് വരിക. ഓക്കെ, അങ്ങനെ തന്നെ 2 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിലേക്ക് ഈ 2 വള്ളിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മേളിൽ നിന്ന് എത്ര ഒരു ലെങ്ത്തിലാണോ അത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് താഴത്തേക്ക് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടോ, ഞാനിവിടെ കൊടുക്കുന്ന 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നോർമലായിട്ടൊരു കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല. അതുണ്ടോ, ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 2ഉം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതുണ്ട്, താഴെ നമുക്ക് ഹാങ്ങിങ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഞാനിത് ഇട്ടിട്ടും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ സ്കേർട്ടും ബ്ലൗസും ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ചോദിച്ചാലും മതി. അത്രയുള്ള ഈ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.